ഇതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് അറിയാം, നമുക്ക് നേരെ തന്തേനും തള്ളേനും തീരുമാനിക്കാം ആര് വേണമെന്നുള്ളത്. ആ പടം കണ്ടോ, ഡാഡ് എന്നുള്ള പടത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ പല ഒരുപാട് ഡാഡിമാരൊക്കെ അടിച്ചത്. അപ്പാ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന 14,000 പേര് തൂറി എറിയും കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ 14,000 പേര് തൂറി എറിയുന്ന ആലോചിക്കായിരുന്നു. കൺഫേം ആൻഡ് ക്ലോസ്. ഹെൽമെറ്റ് വെക്കണ്ടേ, വെടി വെച്ചാലാ? കൈ കയറി അതെ അതെ, വരുന്നില്ല ഏട്ടാ. അല്ല സാധാരണ ഞാനൊക്കെ പെട്ടെന്ന് കേറി. ഇതെന്താ അത് കണ്ട പാപ്പ, അതെ ക്രിയേറ്റ് ന്യൂ ക്യാരക്ടർ. ഞാൻ പറഞ്ഞേ അത് മുടി വെച്ചാൽ മാത്രം മതി. അപ്പം പോയി അവ മുങ്ങി. സെലക്ട് ചെയ്യില്ലേ, മറ്റേ ഫ്രീ ക്യാരക്ടർ സോൾട്ട് കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് താഴെ ക്രിയേറ്റ് കൊടുത്താൽ മതി. ഇതെന്ത് പരുന്നിങ്ങോ? ഓ, ഇന്ത്യ മാത്രം ഇല്ല കേട്ടാ, ബാക്കി എല്ലാ രാജ്യവും ഉണ്ട്. ഇതെന്താ ഉണ്ടല്ലോ, സെർച്ച് ചെയ്യ്, ഇന്ത്യ സെർച്ച് ചെയ്യ്. ഇത് മെയിലും ഫീമെയിലും എങ്ങനെ തിരിച്ചറിയത്? അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. ക്ലിക്ക് ചെയ്ത് അത് കളർ ഏതാന്ന് പറഞ്ഞ്. ആ അങ്ങനെ, അത് ശരിയാ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പഴാണ് മനസ്സിലായത് കളർ. ഞാൻ പെട്ടെന്നേ ഇനി അത് പറയാം, ബ്ലൂ അല്ലേ ആണ്. ആണുങ്ങള് പൊങ്ങിക്കുന്ന ആണുങ്ങളാ, എനിക്കറിഞ്ഞൂടെ അത്. പിന്നെ ഇതാരപ്പാ ഇത്? ഇങ്ങനെ നമുക്ക് ഇതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് അറിയാം, നമുക്ക് നേരെ തന്തേനും തള്ളേനും തീരുമാനിക്കാം ആര് വേണമെന്നുള്ളത്. അതെനിക്ക് അറിഞ്ഞൂടല്ലോ. തൽക്കാലം ഒരാളെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കോ. അവിടെ മറ്റേ ഡാഡ് എന്ന് പറഞ്ഞിരുന്നുണ്ടോ, ആ പടത്തെ ക്ലിക്ക് ചെയ്യും. പടത്തേല് ഇൻഹെറിറ്റൻസ് ക്ലിക്ക് ചെയ്തിട്ട്, ഇൻഹെറിറ്റൻസ് എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ പടം കണ്ടോ, ഡാഡ് എന്നുള്ള പടത്തെ ക്ലിക്ക് ചെയ്യുമ്പോ പല ഒരുപാട് ഡാഡിമാരൊക്കെ അടിച്ചത്. ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളാം. അമ്മയെ മാറ്റാൻ പറക്കരുത്. ബ്ലെൻഡൊക്കെ ചെയ്യാനാ? ഓ പിന്നെ വലത്തോട്ട് അടിച്ചോക്കേ, അമ്മയാവും. അത് കഷ്ടപ്പാടാണല്ലോ. ഇതാണ് നീ ഹെയർ വെച്ചാൽ സേവ് എടുക്കണം, സേവ് എടുക്കണം. സ്കിൻ ടോൺ ഒക്കെ ഉണ്ട്, സ്കിൻ ടോൺ വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ കേട്ടോ, ഏത് വേണമെന്ന്. എന്നിട്ട് അടുത്ത ഫേഷ്യൽ ഉണ്ട്, മൂക്കിന്റെ വലിപ്പം കൂട്ടാം, മൂക്കിന്റെ ഡിഫോൾട്ട് ആണല്ലോ. ഐബ്രോ ഇത് ഒരു വരളുണ്ട്, ഒരു വരളുണ്ട്. നമുക്ക് ഇവിടെ സ്ക്രീൻ ഷെയർ ഇല്ലേ, ഞാൻ ഇത് വെച്ചിട്ടാ ലൈവ് ചെയ്തല്ലോ. ലൈവ് നോക്കണ്ട. ഇതൊക്കെ പറയണ്ടേ? ഏറ്റവും അവസാനായിരിക്കും ഒരു വരള്ള ടൈപ്പ്. വെട്ടല്ലേ തിരികത്ത് വരെയുള്ള അതന്നെ അപ്പുറത്തല്ലേ? അല്ലല്ലേ, എന്റെ ബിയേഡ് ഇല്ലല്ലേ? ഹെയർ ഉണ്ട് മണ്ടയില്, ബിയേഡിന്റെ മണ്ട. അപ്പൊ എന്റെ മുടിയില്ലേ, പടത്തിൽ തന്നെ മുടി കാണും, എന്തെങ്കിലും കാണും. ഇതില് കൊറേ മുടിയുണ്ട് അതില്.
ഒരെണ്ണം ആയിരിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ ആയല്ലേ ഇത്? അപ്പൊ എന്റെ മുടിയിലേക്ക് ആ മുടി അതല്ല 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 റൈറ്റ് റൈറ്റ് ആളത് കറക്കി നോക്ക്, അത് തന്നെയാണെന്ന് ഉറപ്പ് വരുന്നത്. അത് തന്നെ അത് തന്നെ അത് തന്നെ കളർ ബ്ലാക്ക് ആണ്. ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? കറുത്ത കളർ. കറുപ്പ് ഇപ്പൊ റെഡി ആയില്ലേ? ആ അപ്പൊ ഇത് ഞാനല്ല. ഇത് അത് മറ്റേ ഇൻഹെറിറ്റൻസ് ബ്ലെൻഡ് ചെയ്താൽ മതി, റെഡിയാവും. കണ്ണാടിയൊക്കെ വെക്കുമ്പോ സെറ്റ് ആവും. ആ ഇൻഹെറിറ്റൻസ് ഇല്ലേ, ഇൻഹെറിറ്റൻസ് അതിൽ പോയെ. എന്നിട്ട് ആ ബ്ലെൻഡ് ഇല്ലേ, അത് പകുതിക്ക് കൊണ്ടിട്. ഇപ്പൊ റെഡിയായി, കണ്ടോ? ഇപ്പൊ റെഡിയായി, കറക്റ്റ്. എന്താണ് വ്യത്യാസം? അറിയില്ല എന്നിട്ട് ഗ്ലാമർ ആയില്ലേ? ഹൈലൈറ്റ്സ് ഒക്കെ മാറ്റ്. ഹെയറിന്റെ ഹൈലൈറ്റ്സ് അല്ല സ്കിൻ ടോണ് ഇത്. അതാ അതിലിരിക്കുന്നേ, അത് ഭയങ്കര വെളുപ്പാ. മറ്റേ ഇത് അത് ക്ലിക്ക് ചെയ്തോ, അതിന് താഴെ ഏതെങ്കിലും ഒന്ന് ഇതോ? നോക്കി. അതൊക്കെ അണ്ണൻ മാറുകൊണ്ടാണ്. വേറെ ഏതോ വേറെ ഏതോ അണ്ണനായേ അണ്ണാ. ആദ്യത്തെ ഹെയറിന്റെ ഹൈലൈറ്റ്സ്. ഇല്ല ഇല്ല ഉണ്ട് താഴെ ബ്ലാക്ക് ഇട്. സേവ് കൊടുത്തു. സെറ്റ്. ഡ്രസ് അപ്പുറം കൂടി ലിപ്സ്റ്റിക് ഇതൊക്കെ അതില് ബ്ലഷ് ഒക്കെ ഉണ്ട് കേട്ടോ, ബ്ലഷ് ഒക്കെ ഉണ്ട്. മേക്കപ്പ് കണ്ണാടി വെച്ചാ ശരിയാവും. ലിപ്സ് അഡ്ജസ്റ്റ് ചെയ്യണ്ടോ? മറ്റേ സൺ ഡാമേജ് ഉണ്ട്, സൺ ഡാമേജ് കൊടുക്ക്, അപ്പൊ റെഡിയാവും. ഒന്നുമില്ല, ലിപ്സ്റ്റിക് ഒന്നും ഇല്ല. അതല്ല, അത് പറ. ആ കളർ മാറ്റി കൊടുക്ക്, വെള്ളമാക്കി കൊടുക്ക്. ഒന്നും ആക്കല്ലേ. കൂട്ടി നോക്കി. എന്നാലും അത് ഇരിക്കുന്ന പോലെ സ്കിന്ന് അണ്ണാ തോന്നേ അണ്ണാ ഇതെല്ലാം തോന്നേ. സ്കിന്ന് വെളുപ്പ. പ്രായം കൂട്ടുന്നേ. നോക്കിയതാ. അല്ല, അത് മൈനസ് വൺ. അപ്പൊ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഇത് അത് സൗന്ദര്യം കൂടുന്നതാണ്. പരദോസം ഒന്നും പോയതല്ലേ? പരദോസിന്റെ ഭംഗി കണ്ടു നിങ്ങളെ നോക്കിയത്, എന്ത് ഭംഗി! എനിക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. അല്ല, ഇതില് മറ്റേ ഡാഡി പോയിട്ട് മറ്റേ കറുത്ത ചുട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്ത് നോക്കെ, ചിലപ്പോ ശരിയാവായിരിക്കും. അപ്പൊ ഇത് കണ്ണാപ്പിയുടെ ഒക്കെ ഡ്രസ് അല്ലേ ഇത്? അപ്പൊ ഇത്രയും ഡ്രസ് ഉള്ളു ഇതില്? അല്ല, അപ്പർ ബോഡി അല്ല എടുക്കേണ്ടത്. അതിൽ ഞാൻ പറഞ്ഞ ഈകളെ മേളില് അത് കണ്ടോ, മേളില് 0110 എന്ന് പറയുന്ന സാധനം കണ്ടോ, റൈറ്റ് ടോപ്പിൽ കുറച്ചുകൂടെ മേളില്, ഫിൽറ്ററിന്റെ ഒക്കെ മേളിൽ. അത് ക്ലിക്ക് ചെയ്യ്, ഐഡി മോഡ് ക്ലിക്ക് ചെയ്യ്. എന്നിട്ട് ഇതില് സെലക്ട് ചെയ്യ്. 1497 അടിച്ചിട്ട് ബാക്കിലോട്ട് അടിച്ചു നോക്ക്, അതായിരിക്കും എളുപ്പം. പക്ഷെ ഡ്രസ് ലോഡാകാൻ സമയം എടുക്ക്. അല്ല, പെട്ടെന്ന് ലോഡായിട്ടോ. നെറ്റിലാണ് ലോഡ്. നമുക്ക് കയറാനായോ? നമുക്ക് എങ്ങനെയാണ് അപ്പൊ? ഇൻഫ്ലുവൻസേഴ്സിന് മാത്രം ഉള്ളതാ പറഞ്ഞ ഇപ്പൊ കറക്റ്റ് എൻട്രി. അണ്ടർ ഷർട്ട് 15 ആക്ക്. എടാ, ഇതെല്ലാം ഒന്ന് കേറി സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്താ പറയാ, ഓപ്പൺ ആവും, എല്ലാവർക്കും ഓപ്പൺ ആവും. മറ്റേ മോഡ് ഇട്ടിട്ട് ക്ലിക്ക് ചെയ്യുന്നില്ലേ നല്ലത്? അതായത് മനസ്സിലായല്ലോ. ഇവരൊക്കെ ഒന്ന് കേറിട്ടെ ഈ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ഇവിടുന്ന് മാറി കഴിഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഓപ്പൺ ആവും. മനസ്സിലായോ? അതായത് ഇപ്പൊ സ്ട്രീമേഴ്സിന് മാത്രല്ലേ? ഇപ്പൊ ശ്രീനിവാസനാണ്. അതായത് എല്ലാവർക്കും അതല്ല, ശ്രീനിവാസൻ എല്ലാവർക്കും. ഇൻഫ്ലുവൻസേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പൊ. നമ്മക്ക് കൊണ്ട് റോള് വീഡിയോ ഒക്കെ ഉണ്ടാക്കാം. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ?
അത് 15 ആക്ക്. 15. സിലക്ട് കൊടുക്കണം എന്നിട്ടാണ് സെലക്ട് കൊടുക്കണം എന്ന് തോന്നുന്നു. ആദ്യം പുറത്തെത്തിട് എന്നിട്ട് അകത്തെത്തിട്. 15 സെലക്ട് കൊടുക്കുക. ഓക്കെ അതിന്റെ ടോപ്സ് അവിടെ തന്നെ ടോപ്സ് അവിടെ പോലെ. പാടാണല്ലോ അപ്പാപ്പ. ഇത് ഭയങ്കര പാട് കേട്ടത്. ആദ്യത്തെ ഇതെന്താ പറയുക, എല്ലാവർക്കും എന്താ പറയാ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര വിഷമായിരുന്നു. എന്നാ പിടിച്ചോ, സെലക്ട് ചെയ്തോ, ആവശ്യത്തിനുണ്ടായിക്കോ, സമയത്ത് മാറ്റിയോ. ഡ്രസ് ഇല്ലാന്ന് അല്ല, കുറെ പേർക്ക് ഡ്രസ് ഇല്ലെന്ന് കംപ്ലൈന്റ് ആയിരുന്നു. ആവശ്യത്തിന് ഡ്രസ് വാസവണ്ണന്റെ ചുണ്ട് കടിച്ചു പറിച്ചത് എന്താ കണ്ണടിയാ, കണ്ണടി. സർവർ കേട്ടല്ലേ ഇങ്ങനെ മന്ദാരം. എന്തായാലും എന്തോ മന്ദാരം, ഇത് ഇപ്പൊ വാസവനിങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പെണ്ണ് കിട്ടാത്തോണ്ടല്ലേ, വിഷമല്ലേ? എനിക്ക് എന്റെ പഴയ ചുണ്ട് വേണം അപ്പാപ്പ എനിക്ക്. സിമ്പിൾ, അതിനൊരു വഴിയുണ്ട്. ആ ഡാഡിനെ മാറ്റിയിട്ട് മറ്റേ കറുത്ത ചുണ്ടുകൾ എടുത്താൽ മതി. അല്ലല്ല ആ പെണ്ണ് ആ ഗേളിന്റെ ഇത് സീറോ ആക്കിയാൽ മതി തോന്നുന്നു. ആണോ? കറക്റ്റ് വാസവന്റെ ചുണ്ടെന്തോ അങ്ങനെ പെഡിന്റെ എന്തോ ഇഷ്യൂ അത്. ചുണ്ടിന് കൈത്തിന് തടി കേട് നോക്കണ്ട. ഞാൻ 900 അടിക്കും, 900 അടിക്കും, 900 അടിക്കും കേട്ടോ. അതിൽ പാന്റ് ഒക്കെ മാറ്റി. ഇത് 2 പാന്റ് ഉണ്ട്. അതില് ലോവറിൽ പോയിട്ട് ആ പാന്റ് 11 ആക്ക്. ലോവറിൽ പോയിട്ട് ലോവറിൽ പോയിട്ട് പാൻസില് 11 ആക്ക്. 11 അണ്ണനെ കണ്ണാപ്പിയാക്കിയതാ. ഇനി സെലക്ട് ചെയ്യാ. സെലക്ട് ചെയ്തില്ലേ? ഇനി മറ്റേ അപ്പർ ബോഡിയില് ആംസില് ഏതൊരു ഇഷ്ടമുള്ള നോക്കിട്ടോ. നെഞ്ച് പറയണ്ടേ? അപ്പം 200 ബാക്ക് തിരിച്ചു വെക്കും, തിരിച്ചു വെക്കും. മുത് കീറിയിരിക്കുന്നുണ്ടാ. ഒരു മാറും. അല്ല 237 അടിക്കേ. 237 അടിച്ചിട്ട് ബാക്കിലോട്ട് വാ. ഇതൊക്കെ ഇച്ചിരി ഉണ്ട്. ആ കൈയും കൂടെ വരുന്ന നോക്കിട്ട്. കൈ വന്നു. ഒന്നുകൂടെ അല്ല ഇച്ചിരി കൂടെ 2 അല്ലല്ല ടോപ്പ് മാറ്റണ്ട. ഇത് സെറ്റാടാ. ഇത് പാന്റ് ഇതും കൂടെ വരുന്ന. അത് സൺബേൺ ആയതോ? സൺബേൺ. ഇത് എന്റെ പണ്ടത്തെ അത് സീനാണല്ലോ. തിരിഞ്ഞേക്ക്. കേട്ടോ ഇത്. ടാറ്റു വേണ്ട എന്റെ ക്യാരക്ടർ, അങ്ങനത്തെ ടാറ്റു വേണ്ട. ഓ അത് കൊള്ളാം. വാക്കടിച്ച് ഒന്നും കൂടെ അടിച്ച് ഒന്നും കൂടെ അതിന്റെ അപ്പുറം തന്നെ ഉണ്ടായിരുന്നു. ടാറ്റുവിന്റെ അല്ലേ? ആ ഇത് നെഞ്ചുണ്ട്, മുതുണ്ട്. ഷർട്ട് മാറ്റി വെക്കുന്ന കിടക്കത്തില്ല. സത്യമല്ലേ? കുറച്ച് സമയം കൂടെ ഉള്ളു ബാക്കി. പ്രായം കുറഞ്ഞ് അപ്പാ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന 14,000 പേര് തൂറി എറിയും കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തൊക്കെ പോയ ക്യാരക്ടർ വിട്ടുള്ള കളിയില്ല. നമ്മള് പ്ലാസ്റ്റിക് സർജറി ചെയ്തെന്ന് പറയാന്നേ. ഞാൻ 14,000 പേര് തൂറി എറിയുന്ന ആലോചിക്കായിരുന്നു. ടോപ്സ് പറയണോ? ടോപ്സ് നടക്കത്തില്ല. ഇത് കയ്യില് പുറ മാറുന്നില്ല ഈ പച്ച കളറ്. അത് ബാക്കിലെ മിക്കത്തിനും ഉണ്ട്. അത് മുടിക്കൊണ്ട് പോയിട്ട് വേണ്ടത്. എന്റെ മുടിയില്ലാന്ന് പറഞ്ഞു. എന്റെ മുടിയില്ലാന്ന് ഓൾറെഡി ആടുപ്രോ പറഞ്ഞു. എന്തേലും ഒന്ന് ചെയ്തു തരുവോ? ഇത് നോർമൽ കൈ ഷർട്ട് മാറ്റി. മാറ്റുന്നതാണ് എളുപ്പം കേട്ടോ. അപ്പർ ബോഡിയില് മാറ്റല്ലേ? മാറ്റിയാ മതി. പലത്തോടെ ചോദിച്ചു. അണ്ണന്റെ മറ്റേ കോട്ട ഉണ്ടാവല്ലോ, അത് ഇൻഗെയിം അല്ലേ? നമുക്ക് സിറ്റി പോയി എല്ലാം 150 വെച്ച് വല്ലതും നോക്കി. 150 കഴിഞ്ഞിട്ട് 150 ഇത് കഴിഞ്ഞ് നോക്കി. ഇത് മാറ്റിയ പാക്ക അല്ല, ഇത് വേറെ പാക്ക. ഇൻഗെയിം അല്ല, ഇത് ഇൻഗെയിം അല്ല, ഇത് മാറ്റിയ പാക്ക. ഇത് ലേറ്റസ്റ്റ് സാധനമാണ്.
ഫുള്ള് മാറ്റിയതാണോ? ഇങ്ങേയും ഇല്ലേ ഇപ്പം? അല്ല മറ്റേ വ്യൂ ഇട്ട് അതാകുമ്പോ ഡ്രസ് കാണാലോ നമുക്ക്. മറ്റേ വ്യൂ ഇട്ട കോട്ട് കിട്ടണ്ടാണ്. പാന്റ് പറ. പാന്റ് അത് ലോവർ എടുത്താ ലോവർ ബോഡി എന്നിട്ട് കറക്കി കുത്തി നടുക്കത്തൊരു നമ്പർ അടി 300 അടി മതിയോ? ഷൂ വേണ്ടതില്ല, ഷൂവിന്റെ നൈക്കിയുടെ ഷൂ വേണേ. ഇത് നയിക്കല്ല നക്കിയാന്ന് തോന്നുന്നു. ഇത് നക്കിയാന്ന് തോന്നുന്നു. കണ്ണാടി കണ്ണാടി മറ്റേ കറുത്ത കണ്ണാടി. ആക്സസറീസ് അമ്മ ചുണ്ടെന്തരും ഇങ്ങനെ ലിപ്സ്റ്റിക് പോലെ. ഇതല്ല ഡിസ്കറക്ട് ചെയ്തിട്ട് കൊറേ നേരം പോലെയല്ലേ? പാവത്തിന് ചതിക്കല്ലടാ നിങ്ങളെല്ലാരും കൂടെ. റൗണ്ട് ക്ലാസ് ഇല്ലണ്ടാ. നേരത്തെ കണ്ണാടി ഇടണ, നേരത്തെ എടുത്ത കണ്ണാടി ഇടുക. അതാ അത് നല്ലത്. കൊള്ളാം ഇത് റൗണ്ട് ക്ലാസ് ഇടലിയണ്ണാ ഇതിലും വേറെ കണ്ണാടി ഇല്ലാണ്ട് നടക്കുന്നതാണ് കാര്യമായിട്ട് പറയുക. ഇവന്മാരിങ്ങനെ പലതും പറയും. ആ കോലത്തില് സിറ്റിയിലിറങ്ങി ഞാനാ പരിദോഷം എന്ന് പറയുന്നത് അലഞ്ചു നോക്കി. ആരോടും മിണ്ടുപോലും ഇല്ല കേട്ടോ. കളർ ക്ലാസ് കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് കൊള്ളാണ്, ഇത് കൊള്ളാം. ഷെയ്ഡ് ഉണ്ട് ഇനി എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? നോക്കുമ്പോഴാ ഷെയ്ഡ്. ഇല്ല ഇന്ന് ഇത് ചുമ്മാ കാണിക്കുന്നതാ. ഉണ്ട് യു വിൽ ബി കിക്ക് ഇൻ 5 minutes എന്നാണ് ചെയ്യുന്നത്. എവിടെ കാണിച്ചു? കൺഫേം ആൻഡ് ക്ലോസ്. കൺഫേം ആൻഡ് ക്ലോസ്. ഹെൽമെറ്റ് വെക്കണ്ടേ? വെടി വെച്ചാലാ? കൈ കയറി കൈ കൈയിലുണ്ട്. തുണി ഇവിടെ